ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഓരോ കൊലപാതകത്തിനും ഓരോ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതുകൂടാതെ 449 വകുപ്പ് അനുസരിച്ച് ഭവനവേതനത്തിന് 6 വർഷവും, അതുപോലെ ആളുകളെ ക്രിമിനൽ ഇന്റിമിഡേഷൻ ഭീഷണിപ്പെടുത്തിയതിന് 2 കൊല്ലവും, ആംസ് ആക്ടിന് 3 മാസവും ശിക്ഷിച്ചു. അപ്പോൾ 8 വർഷവും 3 മാസവും. ഈ 8 വർഷവും 3 മാസവും ഉള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം. അത് കൺസിക്യൂട്ടീവാണ്, കൺകറന്റല്ല, ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കണം. അത് അനുഭവിച്ച് തീർന്ന ശേഷം മാത്രമേ ഈ ഡബിൾ ലൈഫ്, ഇരട്ട ജീവപര്യന്തം അതിനുശേഷം മാത്രമേ റൺ ചെയ്യുള്ളൂ. അതിനുശേഷം മാത്രമാണ് അനുഭവിക്കേണ്ടത്. അതുപോലെ 20 ലക്ഷം രൂപ ഫൈനായിട്ട് വിധിച്ചിട്ടുണ്ട്. ഈ ഫൈൻ 20 ലക്ഷം രൂപയും രഞ്ജുവിനും രഞ്ജുവിന്റെ മൈനറുകളായ 4 മക്കൾക്കും നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സാക്ഷികൾ, നിർണായക സാക്ഷികൾ അടക്കം കൂറുമാറിയ ഒരു കേസും കൂടിയാണ്. അത് തെളിയിക്കാൻ സാധിച്ചത് പോലീസിന്റെ ഒക്കെ ഒരു മികച്ചൊരു അതെ, തർക്കമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്, വന്നിട്ടുണ്ട്. പ്രോസിക്യൂഷൻ തൃപ്തനാണ്, പൂർണ്ണമായും തൃപ്തനാണ്. സാറേ, എങ്ങനെയായിരുന്നു ഈ ഒരു കേസ്? ഒരു നിർണായക കേസായിരുന്നു. 2 പേരെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകളൊക്കെ നിർണായകമായ ഒരു കേസ് കൂടിയാണ്. അതല്ല, അത് ടീമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അന്ന് കാഞ്ഞിരപ്പള്ളി CI ആയിരുന്ന റിജോ, പിന്നെ അതുപോലെ തന്നെ മുണ്ടക്കയം CI ഷൈൻകുമാർ, പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് കൃത്യമായിട്ട് സഹായിച്ചു. എല്ലാവരുടെ ടീമായിട്ടാണ് നമ്മൾ. അതുമല്ല, ഫോട്ടോഗ്രാഫർ നമ്മൾ ഓരോ കൃത്യം ചെയ്യുമ്പോഴും, അതായത് ഓരോ മഹസർ എഴുതുമ്പോഴും ഒക്കെ തന്നെ ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ട് അത് ഫോട്ടോ എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യകത എന്ന് പറയുന്നത് കൃത്യമായിരിക്കണമല്ലോ എന്നുള്ളതാണ്. അതുപോലെ സാക്ഷികൾ, കൃത്യമായ സാക്ഷികൾ അവരുടേതായ ഭാഷയിൽ തന്നെയാണ് അവർ പറഞ്ഞത്, മൊഴികളും. അതൊക്കെ നമുക്ക് വളരെ സഹായമായിരുന്നു. പിന്നെ നമ്മൾക്ക് പ്രോസിക്യൂഷന് വേണ്ടി നടന്ന അജയ് സാർ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെയാണ് ശിക്ഷ കിട്ടാൻ തന്നെ സാധ്യമായത്. ശരി. വരാൻ